സൗദിയിലേക്ക് വിദേശ തൊഴിലാളികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്ക് വർദ്ധിക്കുന്നു. 3 മാസത്തിനിടെ 30 ലക്ഷത്തോളം വീസകളാണ് അനുവദിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദേശികളും സൗദിയിൽ എത്തുന്നത്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സൗദിയിലെ ജനസംഖ്യ 3.53 കോടിയാണ്. ഇതിൽ 44.4% വിദേശികളാണ്. അതായത് സൗദിയിലെ വിദേശികളുടെ എണ്ണം 1.5 കോടിയിലേറെയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൗദി ജനസംഖ്യയും അതോടൊപ്പം തന്നെ വിദേശികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ എണ്ണം 27 ലക്ഷത്തോളമാണെന്നും ഇത് സംബന്ധമായ കണക്ക് പറയുന്നു. 2025 രണ്ടാം പാദത്തിൽ മാത്രം 30 ലക്ഷത്തിലേറെ വിസകളാണ് സൗദി നയതന്ത്ര കാര്യാലയങ്ങൾ, വിദേശത്തുള്ള സൗദി എംബസികളും കോൺസുലേറ്റുമൊക്കെ ഇഷ്യൂ ചെയ്തത്. അത് ഇന്ത്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ വിസകൾ അനുവദിച്ചത്. മുംബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, സൗദി കോൺസുലേറ്റ് വഴി മാത്രം 2.5 ലക്ഷത്തിലേറെ വിസകൾ അനുവദിച്ചു. ഡൽഹിയിലെ സൗദി എംബസിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത വിസകൾ ഇതിന് പുറമെയാണ്. അതായത് സൗദിയിലേക്ക് വിദേശ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളുടെയും തീർത്ഥാടകരുടെയും ഒക്കെ വരവ് കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സൗദിയിലെ പുതിയ പദ്ധതികളാണ് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ പുതിയ ടൂറിസം പദ്ധതികളാണ് ടൂറിസ്റ്റുകളുടെ എണ്ണം സൗദിയിലേക്ക് വർദ്ധിക്കാൻ കാരണം, ടൂറിസ്റ്റുകളെ സൗദിയിലേക്ക് ആകർഷിക്കാൻ കാരണം. ഈ കഴിഞ്ഞ ദിവസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സൗദി ടൂറിസം മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. അതായത് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഏതായാലും സൗദിയിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുന്നതോടൊപ്പം തന്നെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കൂടുകയാണ്. സൗദിയിലെ പുതിയ പദ്ധതികൾ കൂടുതൽ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് വിദഗ്ധ തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള അവസരങ്ങളാണ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.